മെഡിക്കൽ കോളേജിൽ പുക ഉയർന്നത് ബാറ്ററി കത്തിയതിൽ നിന്നെന്ന് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട്. UPS മുറിയിലെ 30 ബാറ്ററികളിൽ 5 എണ്ണം കത്തിയ നിലയിലാണ്. മറ്റിടങ്ങളിൽ തീപിടിച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്നും ഫയർഫോഴ്സ് റീജിയണൽ ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നു. AK അഭിലാഷ് സംഭവസ്ഥലത്ത് നിന്ന് ചേരുന്നു. AK അഭിലാഷ്, തീപിടിച്ച UPS മുറിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? വിവരങ്ങൾ എന്താണ് അഭിലാഷ്? സുജിയ UPS സ്ഥാപിച്ച മുറിയിലല്ല, ഈ ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്ന സ്ഥലത്താണ്, ബാറ്ററി ഉള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ബാറ്ററികളിൽ നിന്ന് കാണാം. നേരത്തെ നമുക്ക് കിട്ടിയ വിവരപ്രകാരം 5 ബാറ്ററികൾക്കായിരുന്നു തീപിടിച്ചതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഏതാണ്ട് 30ഓളം ബാറ്ററികളാണുള്ളത്. ഇതിൽ 2 or 3 ബാറ്ററികൾക്ക് മാത്രമാണ് തീപിടിക്കാത്തതെന്നാണ് വസ്തുത. കാരണം ഇത് വലിയ തരത്തിലുള്ള തീപിടുത്തമുണ്ടായി എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. കാരണം ബാറ്ററികൾ പൂർണ്ണമായും കത്തി നശിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. കേവലം 2 or 3 or 4 ബാറ്ററികൾക്ക് മാത്രമാണ് വലിയ തരത്തിലുള്ള കേടുപാടുകൾ ഇല്ലാത്തത്. ഇത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നോക്കിയാൽ കാണാം. കാരണം ഈ ബാറ്ററികളൊക്കെ ഇത് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു ഇതാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അത് എത്രത്തോളം വലിയ തീപിടുത്തം ഉണ്ടായാലായിരിക്കും ഇത്തരത്തിൽ ബാറ്ററി കത്തുക എന്നുള്ളതാണ്. കാരണം ഈ 3 നില വരെ ഉയർന്ന തരത്തിൽ പുക വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ള തീപിടുത്തം തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സൂചന ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ തീപിടുത്തത്തിൻ്റെ ഏതെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ ദൃശ്യങ്ങളോ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പുകയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാരണം ഇത് കൂടുതൽ തീപിടിച്ചിട്ടുണ്ട്, വലിയ തരത്തിൽ ആഘാതം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആ റൂമിൽ ഇതിനേക്കാളേറെ വലിയ തരത്തിൽ ആഘാതം സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 30ഓളം ബാറ്ററികൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ 30 ബാറ്ററികളിൽ 2 or 3 ഒഴികെയുള്ള ബാക്കി എല്ലാ ബാറ്ററികൾക്കും തീപിടിക്കുകയും വലിയ തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായോ ഭാഗികമായോ കത്തി നശിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നൽകുന്ന സൂചന അതിഗുരുതരമായ ഒരു അപകടം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വലിയ തരത്തിലുള്ള തീപിടുത്തം തന്നെ ഉണ്ടായിരിക്കുന്നു. ആ തീപിടുത്തത്തിന്റെ ബാക്കി പത്രങ്ങളാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഇത് ഈ സെർവർ റൂമിൽ നിന്ന് അഭിലാഷ്, എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ 5 ബാറ്ററിയെ കത്തിയുള്ളൂ എന്ന് പറയുന്നത്? ഇത്രയധികം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാമല്ലോ. ഈ കത്തിയത് മറച്ചു വെക്കാൻ സാധിക്കില്ല. കത്തിയത് മാത്രമല്ല, കത്തി മുഴുവൻ തീർന്ന രീതിയിൽ കിടക്കുന്ന ബാറ്ററികൾ വരെയുണ്ട്. അപ്പോൾ ആകെ 30 ഉണ്ടായിരുന്നെങ്കിൽ ആ 30-ൽ ബാക്കി എത്ര എന്നതല്ലേ? അതായിരിക്കും ഒരു പക്ഷേ 5 അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ വേണം കരുതാൻ. പക്ഷേ 5ഉം പൂർണ്ണമായും കത്താത്ത ബാറ്ററികളല്ല, ഭാഗികമായി കത്തിയ നിലയിലോ അല്ലെങ്കിൽ ഏതാണ്ട് 60-70% നില കത്തിയ നിലയിലോ ഉള്ള ബാറ്ററികളാണ് ഈ 5 എണ്ണം എന്ന് പറയുന്നത്. അതിൽ 1 or 2 ബാറ്ററികൾ മാത്രമാണ് അല്പമെങ്കിലും തീപിടിക്കാതെ ഉള്ളത് എന്നുള്ളതാണ്. കാരണം അതിലൊന്നാണ് ഈ കാണുന്നത്. അത്തരത്തിൽ 1 or 2 ബാറ്ററികൾ മാത്രമാണുള്ളത്. 5 ബാറ്ററികൾ വേണമെങ്കിൽ ആ നിലയിൽ കാണാൻ കത്തി തീപിടിക്കാത്ത നിലയിൽ. പക്ഷേ 25ഓളം ബാറ്ററികൾക്ക് തീപിടിക്കുന്ന സാഹചര്യത്തിൽ എത്രത്തോളം സ്ഫോടനാത്മകമായ ഒരു ശബ്ദമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന രോഗികളും അതോടൊപ്പം തന്നെ രോഗികൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളും അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഉഗ്ര ശബ്ദമുണ്ടായിരുന്നു. ആ ശബ്ദം കേട്ടു. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ പുക ഉയരുകയും ചെയ്തു. പിന്നെ ഒന്നും കാണാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് രോഗികളെയും അതോടൊപ്പം തന്നെ ആശുപത്രിക്കകത്തുള്ള ആളുകളെയും ഉടനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. അപ്പോൾ പോലും ഇതിന്റെ എമർജൻസി എക്സിറ്റ് സംവിധാനങ്ങൾ കാര്യക്ഷമമായിരുന്നില്ല. അതായത് ഡോറുകളൊക്കെ അടച്ചിടുകയും ചങ്ങലയിട്ട് ഇപ്പോൾ ഈ പുറത്തെത്തിയിരിക്കുന്നത് UPS റൂമിലുണ്ടായിരുന്ന ബാറ്ററികൾ മാത്രമാണോ? ഇതിന്റെ കാര്യത്തിൽ ഒരു വസ്തുത നമുക്ക് അവിടെ ആരെങ്കിലും ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. 5 ബാറ്ററികളെ കത്തിയിട്ടുള്ളൂ എന്നതല്ലേ ഔദ്യോഗിക വിശദീകരണം? ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിലുള്ള പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ ബാറ്ററികൾ പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഇവിടെ ചില കാര്യങ്ങൾ ഇവിടെ നോക്കുന്നുണ്ട്. ഇത് എത്ര ബാറ്ററി പൊട്ടിയിട്ടുണ്ട്, കത്തിയിട്ടുണ്ട്? 34 ഇവിടെ കണ്ടതാണ്. 34 അത് പുറത്തേക്ക് മാറ്റി വെച്ചതാണ്. ഉള്ളിൽ കത്തിയതാണ്. ഉള്ളിൽ കത്തി. ഉള്ളിൽ വലിയ തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? റൂമിനടക്കം ഉള്ളിൽ പരിശോധന നടത്തിയില്ല. നടത്തിയില്ല. ഇപ്പോൾ ഈ പുറത്ത് നടത്തിയ പരിശോധന എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു 38 ബാറ്ററി യൂണിറ്റ് നിങ്ങൾ കാണുന്നില്ലേ, അത് കത്തിയിട്ടുണ്ട്. അതിൽ ഒരു ബാറ്ററി ഒരു തകരാറും സംഭവിച്ചില്ല. ബാക്കിയൊക്കെ അതായത് 37 ബാറ്ററികൾ കത്തിപ്പോയിട്ടുണ്ട്. അതിലൊരു ബാറ്ററി അവിടെ നമുക്ക് അളന്നപ്പോൾ 12 കൃത്യം വോൾട്ടേജ് കിട്ടി. ഇത്തരത്തിൽ ഇങ്ങനെ തകരാൻ പെട്ടെന്ന് തീപിടിക്കാനുള്ള കാരണം എന്താണെന്ന് ഒരു അനുമാനം എത്തിക്കാൻ കഴിയുന്നുണ്ടോ? അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പരിശോധന നടത്തിയാലേ പറയാൻ പറ്റും. എല്ലാ ബാറ്ററികളും പൂർണ്ണമായി കത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് സാധ്യതയില്ല. കാരണം എല്ലാം ബാറ്ററികളാണല്ലോ. അല്ല, പൊട്ടിത്തെറി അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പരിശോധന നടത്തിയാലേ മനസ്സിലാവുള്ളൂ. ഇന്നലെ ചില അറ്റകുറ്റപ്പണി
ഇന്നലെ ചില അറ്റകുറ്റപ്പണികൾ നടന്ന സൂചനയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പാളിച്ചകൾ സംഭവിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം? അല്ല, അത് നമ്മൾ UPS ഒക്കെ പരിശോധിക്കണം. കൃത്യമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ എല്ലാ ദിവസവും ഈ ഇലക്ട്രിക് വിഭാഗം പരിശോധന നടത്തും. എങ്ങനെ അതിന്റെ ഒരു സാധ്യതകളൊക്കെ? അതുണ്ടല്ലോ, അവരെ മെയിൻ്റനൻസ് ടീമുണ്ട്. ആ രീതിയിൽ പരിശോധന ഇന്നലെ നടത്തിയിട്ടുണ്ടാവണം. അതറിയില്ല, അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ ശേഷം പറയാം. അന്വേഷണം നടക്കാറുണ്ട് എന്നറിയാമോ? അല്ല, മെയിൻ്റനൻസ് നടത്തണമല്ലോ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ആഴ്ചയിലോ ഈ സമയങ്ങളിൽ എന്തെങ്കിലും അപാകത കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ടോ? ഇല്ല, അതൊക്കെ അന്വേഷണത്തിന് ഭാഗമായിട്ട് മൊഴിയെടുക്കുമ്പോഴൊക്കെ മനസ്സിലാവും. ഇന്ന് അന്വേഷണം പൂർത്തീകരിക്കുമോ? എങ്ങനെയാണത്? അത് ഫസ്റ്റ് നമുക്ക് ആ സൈറ്റ് ഇൻസ്പെക്ഷനാണ് നടത്തേണ്ടത്. ആ റൂം പരിശോധിച്ചില്ല. അതിന് പോലീസിൻ്റെ പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട് അത്ര. അതിനുശേഷം അത് ആ എൻക്വയറി നടത്തും. ഏതായാലും ഇക്കാര്യത്തിൽ അവർ പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയല്ല, 38 ബാറ്ററികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ബാറ്ററി മാത്രമാണ് താരാറ് പറ്റാതെ, അതായത് തീപിടിക്കാതെ ഇപ്പോഴുള്ളത്. ബാക്കി എല്ലാ ബാറ്ററികൾക്കും തീപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റൊരു സംശയം കൂടി ഉയർന്നത്, സ്വാഭാവികമായും ഓരോ ദിവസവും നടത്തേണ്ടുന്ന പരിശോധനകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട്, അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഓരോ ദിവസവും അത്തരത്തിൽ പരിശോധന നടത്തി ഇതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഓരോ ദിവസവും പോകേണ്ടത്. എങ്ങനെയാണ് ഈ ബാറ്ററികൾ കത്തിയത്? അത് നേരത്തെ പറഞ്ഞതുപോലെ 5 എണ്ണമല്ല, 38 എണ്ണത്തിൽ 37 എണ്ണം കത്തി എന്നുള്ളത് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെയുള്ള പ്രതികരണമായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഉപയോഗക്ഷമമായുള്ളത് ആകെ ഒരു ബാറ്ററി മാത്രമാണ് ബാക്കിയുള്ളത് എന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ആ സ്പോട്ടിൽ നിന്ന് ബാറ്ററികൾ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ഇടത്തു നിന്നാണ് AK അഭിലാഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ ആ നിലയ്ക്കുള്ള പരിശോധനയാണ് നടക്കുന്നത്, ആ നിലയ്ക്കുള്ള അന്വേഷണമാണ് നടത്തുന്നത്. പക്ഷേ ഈ റൂമിൻ്റെ അകത്ത് പരിശോധന നടത്തേണ്ടതുണ്ട്. അത് ഫോറൻസിക് വിഭാഗവും പോലീസും പരിശോധന നടത്തേണ്ടതുണ്ട്. ആ പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അതിനകത്ത് ഇവർക്ക് പരിശോധന നടത്താൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ നടത്തേണ്ടത്. അത് നടക്കുന്ന അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് തന്നെ ആ റൂമിനകത്ത് പോകും. അതോടൊപ്പം തന്നെ അവിടെ UPS സംവിധാനത്തിൽ എന്തെങ്കിലും താറുമാറ് സംഭവിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള പരിശോധന നടത്തും. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അത്തരത്തിലുള്ള പരിശോധന ആരംഭിക്കാൻ കഴിയുമെന്നുള്ള സൂചനയാണ് അവർ തരുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അവർക്ക് നൽകാൻ കഴിയും. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യം. ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തുമ്പോൾ തന്നെ ഇതിൽ സ്വാഭാവികമായി ഓരോ ദിവസം നടത്തേണ്ടുന്ന പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ സംശയമുണ്ടെങ്കിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഗുരുതരമായ ഒരു വീഴ്ചയായി തന്നെ കാണേണ്ടി വരും. സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് AK അഭിലാഷാണ്. 38 ബാറ്ററികളിൽ 37 എണ്ണം കത്തിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഇപ്പോൾ പൂർത്തിയാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്നതിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കുകയുള്ളൂ. മെഡിക്കൽ കോളേജിൽ പുക ഉയർന്നത് ബാറ്ററി കത്തിയതിൽ നിന്നാണെന്നുള്ള ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൽ 38 ബാറ്ററികളാണ് UPS മുറിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 37 എണ്ണവും കത്തിയ നിലയിലാണ്. മറ്റിടങ്ങളിൽ തീപിടിച്ചതായി കണ്ടെത്തിയിട്ടില്ല.